അയോധ്യ നിറവിലാണ്. നൂറ്റാണ്ടുകൾ നീണ്ട ഒരു ജനതയുടെ ആഗ്രഹവും അഭിലാഷവും പൂർണ്ണമാകുന്നതിന്റെ നിർവൃതി നഗരത്തിലെങ്ങും ദൃശ്യം. രാമരാജ്യത്തിന്റെ സ്വർഗവാതിൽ തുറക്കാൻ ഇനി 2 പകൽ മാത്രം ബാക്കി. ശ്രീരാമ വിഗ്രഹത്തിന്റെ പൂർണ്ണ ചിത്രം രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടു. സ്വർണവില്ലും ശരവും പിടിച്ചു നിൽക്കുന്നതാണ് ശ്രീരാമ വിഗ്രഹം. ഇന്നാണ് വിഗ്രഹം ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചത്. വിഗ്രഹത്തിന്റെ കണ്ണുകൾ തുണി കൊണ്ട് മൂടിയ ശേഷമാണ് സ്ഥാപിച്ചത്. പ്രതിഷ്ഠാ ദിനത്തിൽ പൂജകൾക്ക് ശേഷം കെട്ടഴിക്കും. ഇന്നലെയാണ് 51 ഇഞ്ച് ഉയരമുള്ള രാംലല്ല വിഗ്രഹം ശ്രീകോവിലിൽ എത്തിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും ചേരുകയാണ്. ഗൗതമിലേക്ക് പോകുന്നു. ആദ്യം ഗൗതം, അയോധ്യ ആവേശ ലഹരിയിലാണ്, ആനന്ദ ലഹരിയിലാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും. രോഹിണി, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച രാംലല്ല വിഗ്രഹത്തിന്റെ പൂർണ്ണ രൂപം ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് പുറത്തു വന്നിട്ടുള്ള ദൃശ്യത്തിൽ ഈ 5 വയസ്സ് പ്രായമുള്ള ഭഗവാൻ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹം പൂർണ്ണമായി തന്നെ അതിന്റെ പൂർണ്ണ ചിത്രമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അയോധ്യ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടത്. രാവിലെ തന്നെ ചില ചിത്രങ്ങൾ പുറത്തു വന്നുവെങ്കിലും അതിന്റെ മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖത്തെ ഇത് ഒഴിവാക്കിയതിന് ശേഷം പിന്നീട് പൂർണ്ണമായുള്ള ചിത്രം നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാൻ സാധിച്ചു. എന്തായാലും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇനിയും 3 ദിവസങ്ങൾ മാത്രമാണ് പ്രാണപ്രതിഷ്ഠ എന്ന ഒരു വലിയ ചടങ്ങിന് ശേഷിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് പ്രത്യേക പൂജകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷ്ഠാ കർമ്മത്തിന് മുന്നോടിയായുള്ള കലശം, അതോടൊപ്പം തന്നെ മറ്റ് ഹോമങ്ങൾ, അത് ഏതാണ്ട് 121 പൂജാരിമാരുടെ നേതൃത്വത്തിൽ രാമജന്മഭൂമിക്കകത്ത് പകലും രാത്രിയും 24 മണിക്കൂർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെയാണ് സരയൂ നദീതീരത്ത് 1008 ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ടുള്ള വലിയ യാഗം ഒരു ഭാഗത്ത് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പവിത്രമായ സരയൂ ആരതി നടക്കുന്ന ഈ സരയൂ നദീ തീരത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഘാട്ടിലാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസം എത്തി സരയൂ ആരതി നടത്തുക. ഇവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂക്കളും അതോടൊപ്പം തന്നെ മറ്റ് തോരണങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സരയൂ നദീതീരത്തുള്ള ഈ ഘാട്ട് അലങ്കരിക്കുന്നതിന്റെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. കാരണം പ്രധാനമന്ത്രിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി സരയൂ ആരതി നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ഏറ്റവും പവിത്രമായ ചടങ്ങുകളിൽ ഒന്നാണ് സരയൂ ആരതി. സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്, പുരാതന നഗരമാണ് അയോധ്യ എന്നത്. ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് 6-നും 6:45 ഇടയിൽ സരയൂ ആരതി നടക്കാറുണ്ട്. അല്പസമയം മുമ്പ് ഇന്ന് നടന്ന ആരതിയുടെയും ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ജനം TV എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന സരയൂ ആരതിയുടെ ലൈവ് ദൃശ്യങ്ങൾ കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ നിന്നുകൊണ്ട് ഈ സരയൂ നദീതീരത്തെ ഈ ആരതി നടക്കുന്ന സ്ഥലത്ത് പൂക്കളും മറ്റും വെച്ച് അലങ്കരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്നുകൊണ്ടാണ് സരയൂ മാതാവിന് ആരതി ഒഴിയാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ സരയൂ നദീതീരത്ത് പുരോഗമിക്കുന്നത്. രോഹിണി, ഗൗതം, അതോടൊപ്പം ഇപ്പോഴും പൊതുജനങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണോ? ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമല്ലോ, അത് ഏതൊക്കെ രീതിയിലായിരിക്കും? രോഹിണി, കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ അയോധ്യയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഘടകം. UP പോലീസ് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കൂടി, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് SPG ആണ്. SPGയുടെ സുരക്ഷാ വലയത്തിലേക്ക് അയോധ്യ നഗരം ഘട്ടം ഘട്ടമായി എത്തുകയാണ്. നിലവിൽ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ പൂർണ്ണമായി തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അയോധ്യ ജില്ലയ്ക്കകത്തുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അയോധ്യ നഗരിയിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നത്. മാധ്യമങ്ങൾക്ക് പോലും പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ വാഹനങ്ങൾ പുറത്ത് ഇറക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് അയോധ്യയിലെത്തി നിലവിലെ സാഹചര്യം, അവസാനഘട്ട ഒരുക്കങ്ങൾ ഇതെല്ലാം നേരിട്ട് അദ്ദേഹം വിലയിരുത്തിയിരുന്നു. സുരക്ഷാ കാര്യങ്ങളും
UP മുഖ്യമന്ത്രി വിലയിരുത്തിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ അദ്ദേഹം മടങ്ങിയത്. ഇന്ന് മുതൽ കടുത്ത സുരക്ഷാ വലയത്തിലേക്ക് അയോധ്യ നഗരം എത്തുകയാണ്. രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല UP പോലീസിന്റെ സ്പെഷ്യൽ കമാൻഡോ സംഘം ഇതിനകം ഏറ്റെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CRPF-ഉം അതോടൊപ്പം തന്നെ UP പോലീസുമാണ് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോ സംഘം രാമജന്മഭൂമിയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കൂടാതെ NSG കമാൻഡോകളെ ഇപ്പോൾ അയോധ്യ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേക പാസ് ഇല്ലാത്ത ഒരു വാഹനം പോലും ഇപ്പോൾ ലക്നൗ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് കടത്തിവിടുന്നില്ല. വരുന്ന 3 ദിവസം ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രം അയോധ്യ നഗരത്തിലേക്ക് എത്തിയാൽ മതി എന്ന നിർദ്ദേശമാണ് UP സർക്കാർ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതിനാൽ ഈ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണമുള്ളവർ, അതല്ലെങ്കിൽ പ്രത്യേക പർപ്പസോടുകൂടി മാധ്യമപ്രവർത്തകർ, അതല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന ആളുകൾ, അങ്ങനെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുന്നതല്ലാത്ത ആരെയും നിലവിൽ നഗരത്തിലേക്ക് വരുന്ന 3 ദിവസങ്ങളിൽ എത്തിക്കേണ്ടതില്ല എന്നതാണ് സുരക്ഷാ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതിനാൽ അയോധ്യയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വഴികളിലെല്ലാം തന്നെ ഇപ്പോൾ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് റോഡുകൾ അടച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി. ശരി.